ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ് ഡോ +1 ഫിസിക്സ് ക്ലാസ്. എല്ലാവർക്കും +1 ഫിസിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, പുറത്ത് നല്ല മഴയൊക്കെയാണ്. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ സേഫായിട്ട് വീട്ടിലിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് നോട്ടൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ക്ലാസ്സൊക്കെ കണ്ടിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, നല്ലൊരു ഫ്രീ ടൈമാണ്, പഠിക്കാൻ പറ്റിയ ടൈമാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വരിക, നോട്ടൊക്കെ എഴുതി കറക്റ്റ് ക്ലാസ് കേട്ട് പഠിക്കാനിരിക്കുക. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഇനി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ചാപ്റ്റർ +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഏതാണ് മക്കളെ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മളിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ വളരെ തള്ളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് മക്കളെ ചാപ്റ്ററിൻ്റെ പേര്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് പഴയ ഓൾഡ് NCERT പ്രകാരം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്ത ടോപ്പിക്കാണ്. സോ അത് പുതിയ NCERTയിൽ നമുക്ക് ടോപ്പിക്കായിട്ട് വരുന്നില്ല. സോ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് റെസ്റ്റ്. എന്താണ് റെസ്റ്റ്? എപ്പോഴാണ് ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയാം മക്കളെ? എപ്പോഴാണ് ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയാം? ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് റെസ്റ്റിലെന്ന് പറയാം? ഞാൻ രാവിലെ പോയിട്ട്, ഇവിടെ കണ്ടില്ലേ, ഇത് ഈഫിൽ ടവർ ഉണ്ട് അല്ലേ? എവിടെ ഈഫിൽ ടവർ നിൽക്കുന്ന എവിടെയാണ്? പാരീസിലാണ് അല്ലേ? ഞാൻ രാവിലെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? പാരീസിലാണ്. ഞാൻ പാരീസിൽ നിൽക്കുകയാണ്. രാവിലെ പോയിട്ട് ഞാൻ പാരീസിലെത്തിയിട്ട് ഞാൻ ഈഫിൽ ടവറിനെ നോക്കി. ഈഫിൽ ടവർ അവിടെ നിൽക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ആളവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഈഫിൽ ടവറിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ തിരിച്ചു പോകുന്നു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ വീണ്ടും നോക്കി. ഈഫിൽ ടവർ അതേപോലത്തെ രാവിലെ നിന്ന് അതേ ഗെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്ത്, രാത്രി പോയി നോക്കി. അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, എവിടേക്കും പോയിട്ടില്ല. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, വലത്തോട്ട് മാറി ഇടത്തോട്ട് മാറി, ഒന്നും മാറുന്നില്ല. അവിടെ തന്നെ നിന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇല്ലേ, ടൈം മാറിയപ്പോൾ, രാവിലെ പോയി നോക്കിയപ്പോഴും ഉച്ചയ്ക്ക് പോയി നോക്കിയപ്പോഴും രാത്രി പോയി നോക്കിയപ്പോഴും അതിൻ്റെ സ്ഥലം മാറിയോ, അതിൻ്റെ സ്ഥാനം മാറിയോ, അതിൻ്റെ പൊസിഷൻ മാറിയോ? ഇല്ല. സോ ടൈം മാറുമ്പോൾ ആര് മാറിയിട്ടില്ല? പൊസിഷൻ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വസ്തു, ആ ഒരു ഒബ്ജക്റ്റ്, ആ ഒരു ബോഡി എന്തിലാന്ന് പറയാം? റെസ്റ്റിലാണ് എന്ന് പറയാം. സെറ്റല്ലടാ മക്കളെ? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറിയിട്ടില്ലെങ്കിൽ ആ ബോഡി എന്തിലാന്ന് പറയാം മക്കളെ? റെസ്റ്റിലാണെന്ന് പറയാം. ഓക്കെ അല്ലടാ മക്കളെ? അടുത്തതാണ് മോഷൻ. നേരെ ഓപ്പോസിറ്റ്. റെസ്റ്റിലാണെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പൊസിഷൻ മാറൂല. പക്ഷേ മോഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? ടൈം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പൊസിഷൻ മാറും. ഇവിടെ കണ്ടില്ലടാ, ഒരു F1 കാർ പോകുന്നുണ്ടല്ലേ? അത് ഓരോ ടൈമിലും അവിടെ തന്നെ നിൽക്കണോ? ഞാൻ ഇവിടെ നിന്നാൽ തന്നെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കലാണോ? അല്ല. ആളെന്ത് ചെയ്യും? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് എത്തുന്നതും ലാസ്റ്റ് എത്തുന്നതൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ആ വസ്തു എന്തിലാന്ന് പറയും? ആ ബോഡി എന്തിലാന്ന് പറയും? മോഷനിലാണെന്ന് പറയും. സെറ്റല്ലേടാ? 2 ടോപ്പിക്ക് ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇവിടെ ആരുണ്ട്? ഇവിടെ ഷാദിൽ സാർ ഉണ്ട്. ഇത് നിഹാദ് സാറെ വീടാണ്. നിഹാദ് സാറ് എൻ്റെ സ്വന്തം ഹോമാണ്. ഓക്കെ, ഇവിടെ അമാൻ സാറെ വീടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷാദിൽ സാർ എന്ത് ചെയ്യാണ്? മാത്സിൻ്റെ ഷാദിൽ സാർ എന്ത് ചെയ്യാണ്? നിഹാദ് സാറെ വീട്ടിലേക്ക് വരികയാണ്. എവിടേക്ക് വരികയാണ്? നിഹാദ് സാറെ വീട്ടിലേക്ക് വരികയാണ്. നിഹാദ് സാറെ വീട്ടിലേക്ക് വന്നിട്ട് ഷാദിൽ സാർ പറഞ്ഞു, നമുക്ക് എന്തായാലും അമാൻ സാറെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഹിസ്റ്ററിൻ്റെ അമാൻ സാറെ വീട്ടിലൊന്ന് പോകണം പറഞ്ഞു. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? അമാൻ സാറെ വീട്ടിലേക്ക് ആരപ്പം പോയി? നിഹാദ് സാറെ കൂടെ നിഹാദ് സാറിൻ്റെ വീട്ടിൽ നിന്ന് നിഹാദ് സാറിനായിട്ട് എന്ത് ചെയ്ത്? അമാൻ സാറെ വീട്ടിലേക്ക് പോയി. ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ, കറക്റ്റ് നോക്കിക്കോളി. ആദ്യം എങ്ങോട്ട് പോയി? നിഹാദ് സാറെ വീട്ടിലേക്ക് പോയി. ആര്? ഷാദിൽ സാർ എങ്ങോട്ട് പോയി? നിഹാദ് സാറെ വീട്ടിലേക്ക് പോയി. നിഹാദ് സാറെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോന്നു? അമാൻ സാറെ വീട്ടിലേക്ക് പോന്നു. നിഹാദ് സാറിൻ്റെ വീട്ടിലേക്ക് ഒരു 50 മീറ്റർ ഉണ്ടെന്ന് കൂട്ടിക്കോളി. 50 മീറ്റർ. അമാൻ സാറെ വീട്ടിലേക്ക് ഒരു 40 മീറ്റർ ഉണ്ട്. എത്ര ഉണ്ട്? 40 മീറ്റർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു? ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു? ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ നടന്ന പാത്തിൻ്റെ ദൂരം, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോയ ഒരു പാതയുടെ നീളമാണെന്ത്? ടോട്ടൽ ദൂരം എന്ന് പറയുന്നത്. എൻ്റെ ഷാദിൽ സാർ അടുത്തുനിന്ന് എൻ്റെ നിഹാദ് സാർ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട്? 50 മീറ്റർ ഉണ്ട്. നിഹാദ് സാർ വീട്ടിൽ നിന്ന് അമാൻ സാറെ വീട്ടിലേക്ക് എത്ര ഉണ്ട്? 40 മീറ്റർ ഉണ്ട്. സോ 50 മീറ്റർ പ്ലസ് 40 മീറ്റർ, അതാണ് എന്ത്? ടോട്ടൽ പാത്ത്.
നമ്മൾ സഞ്ചരിച്ച ആകെ ദൂരം അതാണെന്ത് ഡിസ്റ്റൻസ്, ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. ഓക്കെ, ട്രാവൽ ചെയ്ത പാത്തിൻ്റെ നീളത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ 90 മീറ്റർ ആണെന്ത് നമ്മൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? നമ്മൾ തുടങ്ങിയ സ്ഥലം എവിടെയാണ്? ഷാദിൽ സാറ വീടാണ് അല്ലേ. അവസാനിച്ച സ്ഥലം എവിടെയാണ്? അമാൻ സാറ വീടാണ് അല്ലേ. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഷാദിൽ സാറ വീടും ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അമാൻ സാറ വീടും. അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ പറയുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അതെപ്പോഴും ഷോർട്ടായിരിക്കും കേട്ടോ. ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് അതിൽ ഡിസ്റ്റൻസിലും കൂടുതലാവണം ചിലപ്പോൾ. അത് നമുക്ക് വീണ്ടും പിന്നെ ഡിസ്കസ് ചെയ്യാം. അതിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കുക. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റ് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഷാദിൽ സാറ വീട്ടുന്നത്. അവസാനിച്ചത് എവിടെയാണ്? അമാൻ സാറ വീട്ടുന്നത്. സോ ഈ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. സെറ്റിൽഡാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ നോക്കാം. ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തു മോഷനിലായിരിക്കുമ്പോൾ അത് കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണെന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ആദ്യ സ്ഥലം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ വലുത് എന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്തായിരിക്കും? വലുതായിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വലുതായിരിക്കും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ആരായിരിക്കും വലുത്? എപ്പോഴും ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേടാ. ഇനി ഇങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആവുകയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടുന്ന് എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടുന്ന് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടേക്ക് 70 മീറ്റർ എന്ന് നോക്കിക്കോളി. 70 മീറ്ററാണ് അവിടേക്കുള്ള ദൂരം. ഞാൻ ഷാദിൽ സാറും അതേപോലെ തന്നെ ഞാനും നിഹാദ് സാറും അമാൻ സാറും എന്ത് ചെയ്ത്? ഷാദിൽ സാറും നിഹാദ് സാറും അമാൻ സാറും എന്ത് ചെയ്ത്? ബി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോവുക, ഗ്രൗണ്ടിലേക്ക് ടർഫൊക്കെ പോവുക. അത് എവിടെയാണ് ടർഫില്ലത് എവിടെയാണ്? ബിയിലാണ്. എവിടെയാണ്? ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എ എന്ന് അങ്ങോട്ട് പോയി ബിയിലോട്ട് പോയി. ആരൊക്കെയുണ്ട്? 3 പേരുണ്ട്. ഷാദിൽ സാറുണ്ട്, അമാൻ സാറുണ്ട്, നിഹാദ് സാർ. ഞങ്ങൾ 3 പേരുമാണ് പോണത്. അങ്ങനെയാണെങ്കിൽ എന്ന് എവിടെ എത്തി? ഞങ്ങൾ ബിയിലെത്തി. ഓക്കെ, എന്ന് ബിയിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ ദൂരം സഞ്ചരിച്ചത് അല്ലെ. എത്ര ടോട്ടൽ പാത്ത് ട്രാവൽഡ്? ഓക്കെ, ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. അങ്ങനെയാണെങ്കിൽ എന്ന് ബിക്ക് പോകാൻ എത്ര ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു? 70 മീറ്റർ സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് എന്താണ്? 70 മീറ്റർ ആണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എ അല്ലേ? ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ബി അല്ലേ? ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ എന്താണ്? ബി ആണ്. ഇവ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് ഇവിടെ? 70 മീറ്റർ ആണ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആവുക? ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് നേരത്തെ ഓർമ്മയില്ലടാ, ഞാനിങ്ങനെ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഇട്ടത്. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ആയിരിക്കും. ഈസ് ഈക്വൽ ടു ആവുന്നത് എപ്പോഴാണ്? തുല്യമാവുന്നത് എപ്പോഴാണ്? ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ ആ വസ്തു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ്. ഡിസ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാത്ത് ട്രാവൽഡ് ബൈ ദ ബോഡി. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത്? ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യലും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് ക്യാൻ ഓൺലി ഹാവ് പോസിറ്റീവ് വാല്യൂ. ഡിസ്റ്റൻസ് എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡിസ്റ്റൻസിന് എപ്പോഴും എന്തുണ്ടാവുള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്ടാവുക? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, 0 ആവാം. പറഞ്ഞുതരാം എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. രണ്ടിൻ്റെ യൂണിറ്റ് എന്തുതന്നെയാണ്? മീറ്റർ ആണ്. രണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇനി എപ്പോഴാണ് ഒരു വസ്തു ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് 0 ആവാം? ഇനി നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന വാല്യൂ എന്താണ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
ബാക്കോട്ട് എടുക്കുന്ന വാല്യൂ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നെഗറ്റീവും പോസിറ്റീവും മനസ്സിലായല്ലോ. നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്, ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി എപ്പോഴാണ് ഒരു വസ്തു സീറോയിൽ എന്ന് പറയാം? ഞാൻ നോക്കി ഇവിടുന്ന് എയിൽ നിന്ന് ഓക്കെ എന്ന് ഞാൻ എങ്ങോട്ട് പോയി? ബിയിലോട്ട് പോയി. ബിന്ന് ഞാൻ അങ്ങോട്ട് പോയി സിയിലോട്ട് പോയി. എന്ന് എങ്ങോട്ട് പോയി? ബിയിലോട്ട് പോയി. ബിന്ന് ഞാൻ അങ്ങോട്ട് പോയി സിയിലോട്ട് പോയി. സിന്ന് ഞാൻ എങ്ങോട്ട് തന്നെ പോകുന്നു? എയിലോട്ടെത്തി. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടുന്ന? സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്നല്ലേ? സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടുന്ന? എന്നാണ്. ഞാൻ അവസാനിച്ച സ്ഥലം ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഏലാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. തുടങ്ങിയ സ്ഥലം എ ആണ്, അവസാനിച്ച സ്ഥലം എ ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്താവും? സീറോ ആവും. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഇതിപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. ഓക്കെ, ഇനി ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മൂവിങ് ബോഡി ഈസ് ആൾവേസ്. എന്തായിരിക്കും ആൻസർ? നമ്മൾ പറയാം. ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും ആൻസർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റി നമ്മൾ പഠിച്ച സംഭവമാണ്. ഇനി നോക്കി, വെലോസിറ്റിക്ക് നമ്മൾ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ എന്ത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇത് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി ഇവിടെ നോക്കി, ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ ബോഡി. ഒരു വസ്തു നീങ്ങാണ്. ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വേറെ ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, സോ വസ്തു എന്ത് ചെയ്യാണ്? ഒരു വസ്തു മൂവ് ചെയ്യാണ്. ഓക്കെ, ഒരു വസ്തു മൂവ് ചെയ്യാണ്. ഇവിടെ ഒരു വസ്തു ഇവിടെ എത്തി. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തി. ഇനി ഇവിടെ നോക്കി, നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ നമ്മൾ x1 എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? x1 എന്ന് കൊടുത്തു. സെക്കൻഡ് പൊസിഷൻ നമ്മൾ മൂവ് ചെയ്തിട്ടുള്ള പൊസിഷൻ നമ്മൾ x2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ടൈമിന് നമ്മൾ ഒരു ഇത് ഡെൽറ്റ എന്നാണ് കേട്ടോ, ത്രികോണമല്ല, ഡെൽറ്റയാണ്. ഡെൽറ്റ ടി ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? x1 നിന്ന് x2 എത്തി. ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് നമ്മൾ x2 എവിടെ എത്തി? x1 എവിടെ എത്തി? x2 എത്തി. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് x2 മൈനസ് x1 അല്ലേ? ആദ്യ സ്ഥലം അന്ത്യസ്ഥലം നമ്മളുടെ നേർരേഖ ദൂരാണെന്ത്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെയാണെന്ത്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ x2 മൈനസ് x1 ആണെന്ത്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ടൈം എന്താണ്? ഡെൽറ്റ ടി. ഞാൻ ഈ x2 മൈനസ് x1 ഞാൻ എന്ത് കൊടുത്തു? ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ചേഞ്ചിങ് പൊസിഷൻ, അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഡെൽറ്റ എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലേടാ? നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സാമിന് ചോദിക്കും. v ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. സെറ്റല്ലടാ? പവർ അല്ലടാ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടീനോട് നമ്മൾ എന്ത് സാധനം ഹരിക്കുകയാണെങ്കിലും അതിനെ നമ്മളെന്ന് വിളിക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയും. എന്താ പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. അതിനാണ് ഈ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഡെൽറ്റ എക്സ് എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷനാണ്. സോ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ ടീനെ എന്തുകൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയും. അടുത്ത് നമ്മൾ വേറെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കിട്ടിയില്ലേ? വെലോസിറ്റി കാണാതെ വേറെ ഇക്വേഷൻ കിട്ടിയില്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം. ഓക്കെ, അടുത്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? സ്പീഡ്. നല്ല സ്പീഡുള്ള ഒരു കാർ എന്ത് ചെയ്യും? കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് ചെറിയ ടൈമിൽ തന്നെ കൂടുതൽ, അതായത് നല്ല സ്പീഡുള്ള ഒരു കാർ എന്ത് ചെയ്യും? കുറഞ്ഞ സമയത്ത് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇനി പതുക്കെ പോണ കാറാണെങ്കിൽ കുറഞ്ഞ സമയത്ത് കുറച്ച് ദൂരെ സഞ്ചരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് എന്ത്? ഡിസ്റ്റൻസ് കവേർഡ്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തതാണ്, അതാണ് സ്പീഡ്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പഠിച്ച സംഭവം തന്നെ. ഇനി സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്താ ഉള്ളൂ? പോസിറ്റീവ് മാത്രമേ ആവുള്ളൂ. വെലോസിറ്റി എന്താണ്? പോസിറ്റീവും നെഗറ്റീവും 0 ആവാം. കാരണം വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? പോസിറ്റീവും നെഗറ്റീവും 0 ആവും. സോ അതിനനുസരിച്ച് വെലോസിറ്റി എന്താവും? പോസിറ്റീവും നെഗറ്റീവും 0 ആവും. ക്ലിയർ അല്ലേടാ?
അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വെലോസിറ്റി. നമുക്ക് പല ടൈപ്പ് ഓഫ് വെലോസിറ്റീസും പഠിക്കാണ്ട്. അതിൽ ഒന്നാമത്തെ വെലോസിറ്റിയാണ് യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി? സിമ്പിളാണ്. ഇതാ ഞാൻ 0 സെക്കൻഡിൽ ഈ കാറ് 10 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 1 സെക്കൻഡ് ആയപ്പോൾ എത്ര സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. 2 സെക്കൻഡ് ആയപ്പോൾ എത്ര സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. 3 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. 4 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ സഞ്ചരിച്ചു. 5 സെക്കൻഡ് ആയപ്പോഴും 10 മീറ്റർ സഞ്ചരിച്ചു. ഓരോ സെക്കൻഡിലും എത്ര മീറ്റർ വെച്ചാണ് കാർ മൂവ് ചെയ്യുന്നത്? 10 മീറ്റർ വെച്ചാണ് കാർ മൂവ് ചെയ്യുന്നത്. ഓരോ സെക്കൻഡിലും എത്ര വെച്ചാണ് കാർ മൂവ് ചെയ്യുന്നത്? 10 മീറ്റർ വെച്ചിട്ടാണ്. അല്ലേ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? ഇല്ല. എ ബോഡി ഹാസ് യൂണിഫോം ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. സോ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യേണ്ടത്. ഓരോ സെക്കൻഡിലും 10 മീറ്റർ ആണ് കവർ ചെയ്യുന്നത്. എത്ര? ഒരു സെക്കൻഡിൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആവണം. ഒരു സെക്കൻഡിലാണ് ഇത് മാറുന്നത്. അടുത്തൊരു സെക്കൻഡിൽ എന്ത് ചെയ്യും? 10 മീറ്റർ സഞ്ചരിക്കും. അടുത്തൊരു സെക്കൻഡിൽ എന്ത് ചെയ്യും? 10 മീറ്റർ സഞ്ചരിക്കും. 20 മീറ്റർ ആണോ സഞ്ചരിക്കണത്? അല്ല, 10 മീറ്റർ എന്ത് ചെയ്യാണ്? ഓരോ സെക്കൻഡിലും ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. സോ ഇങ്ങനത്തെ വെലോസിറ്റി നമ്മൾ എന്ത് പറയുന്ന പേരാണെന്ത്? യൂണിഫോം വെലോസിറ്റി. സിമ്പിൾ അല്ലേടാ? എന്താണ് ഒരു വസ്തു എപ്പോഴാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം? ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരേ ടൈമിൽ ഒരു ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഒരേ സമയ ഇടവേളകളിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം. സെറ്റല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ യൂണിഫോം മോഷൻ. ഇതിനെ നമ്മളെന്ത് വിളിക്കും? യൂണിഫോം വെലോസിറ്റി തന്നെയാണ് യൂണിഫോം മോഷൻ. സിമ്പിൾ അല്ലേടാ? ഒരു 2020 നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? എ ബോഡി ഹാസ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. സെറ്റല്ലേടാ? പവർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ വേറൊന്നുണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? അപ്പോൾ എന്തായിരിക്കും? ഞാൻ എഴുതിയിട്ടില്ല, സ്ലൈഡിൽ ഇട്ടിട്ടില്ല. അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? ഓക്കെ, നോൺ യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? ഇഫ് ഇറ്റ് കവേഴ്സ് എ ബോഡി ആസ്, അവിടെ എഴുതി തരാം, നോക്കിക്കോളി. നോൺ യൂണിഫോം ആണെങ്കിൽ ഇഫ് എ ബോഡി ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? അല്ല, അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ ആ വസ്തു എന്തിലാണെന്ന് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. 2 ടൈപ്പ് പഠിച്ചില്ലേ? ലാസ്റ്റ് 3ാമത്തെ ടൈപ്പും കൂടി നമുക്ക് പഠിക്കാം. അടുത്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. എല്ലാവരും ടഫാണെന്ന് വിചാരിക്കുന്ന സംഭവമാണ്, പക്ഷേ സിമ്പിൾ സാധനമാണ്. പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ്. ഞാൻ ഷാദിൽ സാറിനോട് പറയണേ, സാറേ ഞാൻ ഷാദിൽ സാർ ഇങ്ങനെ ബൈക്കുമ്പോൾ പോവാണ്. ഷാദിൽ സാറോട് പറയണേ, സാറേ എനിക്ക് ഇപ്പോൾ ഈ ടൈമിൽ ഉണ്ടാവണ സാറിൻ്റെ ബൈക്കിൻ്റെ വെലോസിറ്റി എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടണം പറയാം. ഞാൻ വാച്ച് ഇട്ടിച്ച് ഷാദിൽ സാറിനോട് ഞാൻ പറഞ്ഞു, ഷാദിൽ സാറേ എനിക്ക് ഇപ്പോൾ നിങ്ങളെ ഈ ടൈമിൽ ടൈമിൽ ഇത് 6:39 രാവിലെ 6:39 എന്ന് പറയുന്ന ടൈമിൽ ഈ ടൈമിലത്തെ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടണം. ഈ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ വെലോസിറ്റി എന്താണ്? ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി ഒക്കെ കിട്ടില്ലേ അല്ലേ? എന്താണ് ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് കിട്ടുന്ന കോഫി, പൊടിയിട്ട് സാധനം കിട്ടി. ഇതാണ് എന്ത്? ഇൻസ്റ്റൻറ്റ് കോഫി. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി, ആ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണ് എന്താ? ഞാൻ ഷാദിൽ സാറോട് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇത് കിട്ടണം, വെലോസിറ്റി കിട്ടണം. ആ വെലോസിറ്റിനെ പറയണം. ഈ ടൈമിൽ എനിക്ക് ഇപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെലോസിറ്റി നമ്മൾ എന്താ പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഏത് ടൈമിൽ ചോദിച്ചാലും, ഏത് പാതിരാത്രി ചോദിച്ചാലും അവൻ പറയണം ആ വെലോസിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയണം. അതാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ആൻ ഇൻഫിനിറ്റ്ലി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി തന്നെയാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളി മക്കളെ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഇക്വേഷൻ v = dx/dt. ഏതാണ്? dx/dt. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പെട്ടിക്കോളത്തിലാക്കി വെച്ചോളി. ഇതാ, ഓക്കെ, ക്ലിയർ അല്ലേടാ? v = dx/dt. സെറ്റല്ലടാ? അത്രയും കാര്യങ്ങൾ സെറ്റല്ലടാ? ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോണേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആവറേജ് വെലോസിറ്റി നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സഞ്ചരിച്ചെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആവറേജ് വെലോസിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്? നമുക്ക് ആ എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആക്സിലറേഷൻ. എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ?
പറയാം മക്കളെ. എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ആക്സിലറേറ്റ് എന്ന് പറയാം. ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് കാര്യം എന്താ വെച്ചാൽ ആക്സിലറേഷൻ ഉണ്ടാവണോ വെലോസിറ്റി മാറണം. ആക്സിലറേഷൻ ഉണ്ടാവണോ വെലോസിറ്റി മാറണം. ചേഞ്ച് ഇൻ വെലോസിറ്റി വരണം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ആക്സിലറേറ്റഡ്. ഒരു ഒബ്ജക്റ്റ് എന്താണ് ആക്സിലറേറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ടൈം, അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യണം, സമയം മാറുന്നതിനനുസരിച്ച് ടൈം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യണം, മാറണം. ഇതങ്ങനെയാണ് നമ്മൾ എന്ത് പറയും, ആ വസ്തു എന്തിലാന്ന് പറയും, ആക്സിലറേറ്റഡ് മോഷനിലാണെന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളി ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ഇതാ നോക്കിക്കോളി. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു, ആക്സിലറേഷൻ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്, എ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. വാ സെറ്റ് പക്കല്ലടാ മക്കളെ, സെറ്റില്ലടാ മക്കളെ. എ ഈസ് ഈക്വൽ ടു ഒന്ന് പെട്ടിക്കുളത്തിലാക്കിയിട്ടാളി. ഇതാ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതെന്താണ് ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഡെൽറ്റ വി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏതൊരു സാധനത്തിനെയും ഡെൽറ്റ ടി കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അത് എന്തെന്ന് പറയും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മേലുള്ള ആളാരാണ്, വെലോസിറ്റി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് ഡെഫിനിഷനും ആയില്ല മക്കളെ, ഇക്വേഷൻ പഠിച്ച ഡെഫിനിഷനും ആയില്ല മക്കളെ. ആക്സലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സെറ്റല്ലേടാ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ, ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കാം. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. സെറ്റിലടാ. പിന്നെ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി നമ്മൾ പഠിച്ചു യൂണിഫോം വെലോസിറ്റി, അതായത് ഒരു സെക്കൻഡിൽ 10 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 10 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 10 മീറ്റർ, അങ്ങനെ ഓരോ സെയിം ആയിട്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് പോകണമെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ, ഇല്ല, ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നത്. അതിന് നമ്മൾ എന്ത് വെലോസിറ്റി എന്ന് വിളിക്കും, യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. യൂണിഫോം വെലോസിറ്റിയിൽ എന്താണ്, ആക്സിലറേഷൻ എന്താണ്, 0 ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റാണ്. യൂണിഫോം വെലോസിറ്റിയിൽ ആക്സിലറേഷൻ എന്താണ്, 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ സ്പീഡ് ഓഫ് ബോഡി ഡിഗ്രീസസ്, ഒരു ബോഡീൻ്റെ സ്പീഡ് എന്ത് ചെയ്യാണ്, ഡിഗ്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ആക്സലറേഷൻ ഈസ് ഓപ്പോസിറ്റ് ദാറ്റ് ദ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്പീഡ് എന്ത് ചെയ്യണം, ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഡിസലറേറ്റഡ് ഓർ റിട്ടാർഡഡ് മോഷൻ അല്ലെങ്കിൽ ഡിസലറേറ്റഡ് മോഷൻ എന്ന് അതിന് വിളിക്കും. അതായത് ബോഡിൻ്റെ ഒരു സ്പീഡ് കുറയുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ഒരു മോഷനെ പറയുന്ന പേരാണ് ഡിസലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ എന്ന് പറയുന്നത്. സെറ്റിലിട. അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ആക്സിലറേഷൻ എന്താണ് മക്കളെ, ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണെന്ത്, ആക്സിലറേഷൻ. എഴുതിച്ചൂടടാ, സിമ്പിളല്ലടാ. അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് ആക്സിലറേഷൻ ഏതൊക്കെയാണ് ടൈപ്പ് ആക്സിലറേഷൻ ഉണ്ടടാ, യൂണിഫോം ആക്സിലറേഷൻ. അത് നമ്മൾ യൂണിഫോം വെലോസിറ്റി പഠിച്ചാൽ യൂണിഫോം ആക്സിലറേഷൻ സെറ്റാണ്, പവറാണ്. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചു. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചു. അടുത്ത 1 സെക്കൻഡിൽ എന്ത് ചെയ്യും, 10 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചു. 10 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്. അടുത്ത 1 സെക്കൻഡിൽ എന്ത് ചെയ്യും, 10 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ 1 സെക്കൻഡിലും വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒക്കേഴ്സ് ഇൻ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഒരേ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് സംഭവിക്കുന്നത്. അതായത് ആദ്യം 10 സഞ്ചരിച്ചു, 10 20ആയി. അടുത്ത സഞ്ചരിച്ചു 10, വീണ്ടും 10 കൂടി 30ആയി. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലും 10 വെച്ച് കൂടി. അങ്ങനെയാണ് ആ ആക്സലറേഷൻ എന്തിലാണെന്ന് പറയും, യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് പറയും. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്താ നിങ്ങൾ ചെയ്താൽ, ഓക്കെ, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കേഴ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓരോ ഇൻ്റർവെൽസ് ഓഫ് ടൈമിലും ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആക്സലറേഷൻ നമ്മൾ എന്ത് വിളിക്കും, യൂണിഫോം ആക്സലറേഷൻ എന്ന് വിളിക്കും. സെറ്റിലടാ. ഡിഫൈൻ യൂണിഫോം ആക്സലറേഷൻ എന്ന് ചെയ്താൽ. അപ്പോൾ നോൺ യൂണിഫോം ആണെങ്കിലോ അൺഈക്വൽ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക.
സിമ്പിൾ അല്ലേ? അൺഈക്വൽ ചേഞ്ച് ആയിരിക്കും. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുണ്ടാവുള്ളൂ. അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും എന്ത് നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ, പവർ അല്ലേടാ. ഇനി ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയും. ഞാൻ ഷാദിൽസിനോട് പറയുന്നത്, സാൽസർ എനിക്ക് ഈ ടൈമിലില്ലേ 6:46 എനിക്ക് എന്ത് ചെയ്യണം, ഈ ടൈമിലില്ലേ എനിക്ക് എൻ്റെ ആക്സിലറേഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കിട്ടണം. അതാണ് എന്ത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എന്തുണ്ടാവും, ഒരു എന്തുണ്ടാവും, ഒരു ഇക്വേഷൻ ഉണ്ടാവും. എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കടാ, ഡി വി ബൈ ഡി ടി. ഒന്ന് ബോക്സിലാക്കി വെച്ചാൽ ഓക്കെ. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. സെറ്റിലടാ. ഞാൻ ഒരു ചെറിയ സംഭവം വിട്ടുപോയി. എന്താണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വെലോസിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഉണ്ടാവില്ല, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ. ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സെറ്റിലടാ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേടാ? ആദ്യം നമ്മൾ റെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, മോഷൻ എന്താണെന്ന് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, സ്പീഡ് പഠിച്ചു, ആക്സിലറേഷൻ പഠിച്ചു. സെറ്റില്ലടാ? ഇത്ര കാര്യങ്ങൾ സെറ്റില്ലടാ? ഇനി അടുത്ത ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അറിയുന്ന ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്? ഭൂമി എല്ലാ സാധനത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഫോഴ്സിനെ പറയുന്നത്, ഈ ഒരു ആക്സിലറേഷനെ പറയുന്ന പേരാണെന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ. ഒരു ആപ്പിൾ ഇവിടുന്ന് അറ്റ് വീണുണ്ടോ, അത് താഴേക്കാണ് പോകുന്നത്. അത് എത്ര സ്പീഡിലാണ് പോകുന്നത്? ആ താഴേക്ക് പോകുന്ന ആക്സിലറേഷനാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഏതൊരു സാധനം ഫ്രീ ഫോൾ ആയിട്ട്, അതായത് സ്വതന്ത്രമായിട്ട് താഴേക്ക് വീഴുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. സെറ്റിലടാ? ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഗെയിൻഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ്, ഭൂമിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണെന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ആൾവേസ് ഡയറക്റ്റ് ടുവാർഡ് സെൻറ്റർ ഓഫ് എർത്ത്. താഴോട്ടായിരിക്കും, ഭൂമിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അത് മാസ് ഓഫ് ദ ബോഡി ആര് വീണാലും താഴത്തേക്കേ പോകുള്ളൂ, മേലേക്ക് പോകില്ല. എത്ര കനലുള്ള ആളും താഴത്തേക്ക് പോകുള്ളൂ, എത്ര കനലില്ലാത്തവനും താഴത്തേക്കേ പോകുള്ളൂ. അപ്പോൾ മാസ് ഡിപ്പെൻഡ് അല്ല. ഓക്കെ. അതിൻ്റെ വാല്യൂ ജി എന്നാട്ടോ. എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി തന്നെയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സെറ്റില്ലടാ? പവർ അല്ലേടാ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ്, ഫ്രീ ഫാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സിലറേറ്റഡ് മോഷൻ. ഇതെന്താണ്? നമുക്കൊരു ഓവർകൈറ്റ് തരാണ്. ഫ്രീ ഫാൾ എന്ന് പറയുന്നത് എന്ത് ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ്? നമ്മൾ കുറേ ടൈപ്സ് ഓഫ് ആക്സിലറേഷൻ പഠിച്ചു, യൂണിഫോം, നോൺ യൂണിഫോം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ് ഫ്രീ ഫാൾ? ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൾ താഴേക്ക് പോകുകയാണെങ്കിൽ അത് എത്ര ആക്സിലറേഷനാണ് വരുന്നതെന്ന് പറഞ്ഞു, ആക്സിലറേഷൻ മാറുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എന്ത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ച് ആൻസർ കണ്ടെത്തിയിട്ട് നമ്മളെ ചാനലിലൊക്കെ ഇടാം. ഓക്കെ. ഇനി എ പ്ലെയർ ത്രോസ്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ആവർത്തിച്ച് ഞാൻ സ്റ്റാർ ഇട്ടേക്കണം. ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു പ്ലെയറാണ്. ഞാൻ ബോൾ മേലേക്ക് ഇട്ടു. ബോൾ എന്ത് ചെയ്തു? ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്തു? മേലേക്ക് ഇട്ടിട്ട് ഈ സാധനം മേലെ ഹയസ്റ്റ് പോയിന്റിലെത്തൂലേ, ഏറ്റവും വലിയ പോയിന്റിലെത്തൂലേ? ഇതാ ഞാനെന്തൊരു ബോളെടുത്തു. ഞാനൊരു ബോൾ എടുത്തിട്ട് എന്ത് ചെയ്ത്? മേലോട്ട് എറിഞ്ഞിട്ട് ബോൾ എന്ത് ചെയ്ത്? ഒരു ഹയസ്റ്റ് പോയിന്റിലെത്തി. ഓക്കെ. ഒരു ഹയസ്റ്റ് പോയിന്റിലെത്തി, ഒരു മാക്സിമം പോയിന്റിലെത്തി. ആ മാക്സിമം പോയിന്റിൽ അതിന് എന്തായിരിക്കും? അതിൻ്റെ ആ മാക്സിമം പോയിന്റിലാണ് വെലോസിറ്റിയും ആക്സിലറേഷനും എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ മേലേക്ക് എറിഞ്ഞാൽ അതിങ്ങനെ ബഹിരാകാശത്തേക്ക് എത്തുമോ കല്ല്? ഇല്ല. അതെന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴേക്ക് പോരൂലേ? അങ്ങനെയാണെങ്കിൽ ആ പോരുന്ന ആ മാക്സിമം ഹൈറ്റില്ലേ, ആ മാക്സിമം ഹൈറ്റ് ഇങ്ങനെ കല്ലിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? ഒന്ന് നിൽക്കും, അങ്ങനെ പിന്നെ താഴത്തേക്കൊണ്ട് വരും. അങ്ങനെയല്ല, ഇങ്ങനെ പോയിട്ട് നിന്നിട്ട് പിന്നെ താഴത്തേക്ക് വരും. ആ നിൽക്കുന്ന പോയിന്റില്ലേ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? മൂവ് ചെയ്യാത്ത കല്ലിങ്ങനെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്ന നേരല്ലേ, അവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സിമ്പിളാണ്. ഇനി നമ്മൾ പറഞ്ഞു മേലേക്ക് പോയ സാധനം ആര് കാരണം താഴേക്ക് വരും? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? താഴേക്ക് വരും. അങ്ങനെയാണ് അവിടെ ഈ ആക്സിലറേഷൻ എന്തായിരിക്കും? ജി ആയിരിക്കും, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. സിമ്പിളല്ലേ? 2 മാർക്ക് 3 മാർക്ക് ക്ലിയർ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. 2 മാർക്ക് 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആയി. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ അടുത്ത ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു.
ഇനി അടുത്ത ടോപ്പിക്കാണെന്ത്, ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു മോഷനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്ത്, ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഒരു ഒരു മോഷനെ അല്ലെങ്കിൽ ചലനത്തെ എന്ത് ചെയ്യണം, നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയാം. നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് പഠിക്കാണ്ട്. 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് പഠിക്കാണ്ട്. ഒറ്റ മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ പുതിയ ടോപ്പിക് പഠിക്കണം, ഇക്വേഷൻ ഓഫ് മോഷനാണ് പഠിക്കണത്. സോ ഒന്നാമത്തെ 3 ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ ഓഫ് മോഷൻ പഠിക്കണം. ഒന്നാമത്താണ് വെലോസിറ്റി ടൈം റിലേഷൻ. ഓക്കെ, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി പൊസിഷൻ തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. പൊസിഷൻ ടൈമും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാം പൊസിഷൻ ടൈം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസിഷൻ ടൈം റിലേഷനാണ്. പിന്നെ നമ്മൾ വെലോസിറ്റി പൊസിഷൻ പഠിക്കും. ഓക്കെ, ഏതോ നമ്മൾ വിട്ടുപോയിട്ടുണ്ടല്ലോ, വെലോസിറ്റി പൊസിഷൻ. ഓക്കെ, പൊസിഷൻ ടൈം ഇവിടെ ഉണ്ട്, വെലോസിറ്റി പൊസിഷൻ ഉണ്ട്. ഓക്കെ, വെലോസിറ്റി ടൈമാണ് ഇല്ലാത്തത്, നമുക്ക് ഇവിടെ എഴുതാം വെലോസിറ്റി ടൈം. ഓക്കെ, എന്താണ് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ വരുന്ന ഇക്വേഷൻ എന്താണ്? മാർക്ക് ചെയ്തിട്ടോളൂ മക്കളെ. v ഈസ് ഈക്വൽ ടു u പ്ലസ് at. സിമ്പിൾ അല്ലടാ, ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചോളി. v ഈസ് ഈക്വൽ ടു u പ്ലസ് at. v ഈസ് ഈക്വൽ ടു u പ്ലസ് at. എന്താണ് v? v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. a എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ആണ്. t എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്. സെറ്റല്ലടാ. അപ്പോൾ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടി. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇനി പൊസിഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താ? നോട്ട് ചെയ്ത് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇതാണെന്ത്, പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇതിൽ s എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. u നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി, a എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ, t എന്താണ്, ടൈം. ഓക്കെ, സോ ഫസ്റ്റ് വണ് v ഈസ് ഈക്വൽ ടു u പ്ലസ് at. വെലോസിറ്റി ടൈം റിലേഷൻ എന്താണ്, v ഈസ് ഈക്വൽ ടു u പ്ലസ് at. പൊസിഷൻ ടൈം റിലേഷൻ എന്താണ്, s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇനി ലാസ്റ്റ് വൺ വെലോസിറ്റി പൊസിഷൻ. എന്താണ് വെലോസിറ്റിയും പൊസിഷൻ തമ്മിലുള്ള റിലേഷൻ? ഇതാ നോട്ട് ചെയ്ത് വെച്ചോളി. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. സെറ്റിലടാ മക്കളെ. അങ്ങനെയാണെങ്കിൽ 3 ഇക്വേഷനും പെട്ടെന്ന് പഠിച്ചോളി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, v ഈസ് ഈക്വൽ ടു u പ്ലസ് at. s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. 3 ഇക്വേഷൻ പഠിക്കുക, സെറ്റാക്കാം. സെറ്റിലടാ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്? എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഇംപ്രൂവ്മെൻറ്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. എന്താണ് മക്കളെ? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് വേണ്ട എക്സ്പ്രഷൻ കാണാം ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഇനീഷ്യൽ വെലോസിറ്റിൻ്റെയും ആക്സിലറേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് കാണണം? ഓക്കെ, എന്ത് കാണണം? നമ്മൾ അതിന് എക്സ്പ്രഷനും കാണണം. എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നോക്കിക്കോളെ മക്കളെ, ഞാൻ ഇവിടുന്ന് ഒരു സാധനം ഉരുട്ടി വിട്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ കാറിൽ പോവാണ്. ഒരു കാറിൽ ഞാൻ ഇങ്ങനെ പോവാണ്. ഇവിടെ ഒരാളെ കണ്ട് റോട്ടിൽ ഇങ്ങനെ അന്തം വിട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്, സ്വാഭാവികമായിട്ടും ഓനക്ക് എന്തെങ്കിലും നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് പിടിക്കണം. സോ ബ്രേക്ക് പിടിച്ച് ഞാൻ ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചാൽ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടല്ലേ അത് നിൽക്കുള്ളൂ അല്ലേ? ഞാൻ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഇട്ട് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അത് നിൽക്കുള്ളൂ അല്ലേ? ആ നിൽക്കുന്ന പോയിന്റ് ഇല്ലടാ,
ആ നിൽക്കുന്ന പോയിന്റില്ലേ, ആ നിൽക്കുന്ന ആ നീങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഡിസ്റ്റൻസ് ഇല്ലേ, ബ്രേക്ക് പിടിച്ചിട്ടും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടും ആ നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്താ പറയും? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ് അതിൻ്റെ ഗുണം? എന്താ സിഗ്നിഫിക്കൻസ്? എന്താ? ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? നമ്മൾ ഡെഫിനിഷൻ കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് ടേക്കൺ ബൈ ദ വെഹിക്കിൾ ടു കം ടു എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. ഓക്കെ, കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. വൺസ് ബ്രേക്സ് ആർ അപ്ലൈഡ്, ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അതാ എത്ര ഡിസ്റ്റൻസ് നീങ്ങിയിട്ടാണ് നിന്നത്, ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഒക്കെ ടേംസ് തന്നെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇറ്റ് ഈസ് അവോയ്ഡ് ടു ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ? നമ്മൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്? ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങേണ്ട ഇക്വേഷൻ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് യു എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്, ഇനീഷ്യൽ വെലോസിറ്റിയിലാണ്. അതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തത് വിയിലാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ആ സഞ്ചരിച്ച ദൂരമാണെന്ത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് എന്താണ്? ആര് 0 ആണ്? ആര് 0 ആണ്? വി എന്താണ്? 0 ആണ്. 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. സോ 0 ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ക്ലിയർ അല്ലേ? ഇനി മൈനസ് u² ഈസ് ഈക്വൽ ടു 2as അല്ലേ? നമുക്ക് ആരാണ് കാണേണ്ടത്? എത്ര നീങ്ങി എന്നല്ല നോക്കേണ്ടത്, അതല്ലേ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം സഞ്ചരിച്ച കാറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. യുവിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്. സോ സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് v ആയി. ഫൈനൽ വെലോസിറ്റി 0 ആയി. സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ആണ്. അത് മൂവ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണേണ്ട ആളാരാണ്? എസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2as. ഓക്കെ, ഇനി നമുക്ക് എസ്സിനെ കാണണം. ഈ ഗുണിക്കണം, അതായത് ഇൻറ്റു മൾട്ടിപ്പിൾ 2a ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ആവും. സോ മൈനസ് u² ബൈ 2a ഈസ് ഈക്വൽ ടു എസ്. കിട്ടിയോ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കിട്ടിയോ? എസ് ഈസ് ഈക്വൽ ടു മൈനസ് u² ബൈ 2a. സെറ്റിലടാ മക്കളെ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ചെയ്യട്ടാ. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 4 seconds. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ടവർ കാണാൻ പറഞ്ഞു. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടൈം ലിമിറ്റ് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേടാ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യണോ? ഓക്കെ, ഇത് ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഓക്കെ, ഷാദിൽ സാർ എന്ത് ചെയ്യണം? ഷാദിൽ സാറും ഞാനും ഞങ്ങൾ പണ്ടൊക്കെ പണ്ടേ ചങ്ങന്മാരാണ്. ഞങ്ങളിതാ ഒരു ടവറിൻ്റെ മേലെ കയറിയിട്ട് ഞാനും ഷാദിൽ സാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനെന്ത് ചെയ്യണേ? ഇവിടെ നിന്നൊരു ബോൾ താഴത്തേക്ക് ഇടുകയാണ്. എത്ര ടൈം കൊണ്ടാണ് അത് താഴത്തെത്തിയത്? 4 seconds കൊണ്ടാണ്. 4 seconds കൊണ്ട് എന്ത് ചെയ്തു? ടവറിൻ്റെ താഴത്തേക്ക് എത്തി, ഗ്രൗണ്ടിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കാണാൻ പറ്റത്? ഈ ടവറിൻ്റെ ഹൈറ്റാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ. ക്വസ്റ്റ്യനിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്, ക്വസ്റ്റ്യനിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടുന്ന ടൈമിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഇടുന്ന ടൈമിൽ തുടക്കത്തിലെ വെലോസിറ്റി, ഫസ്റ്റത്തെ വെലോസിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുക. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. എൻ്റെ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ ബോളിന് മോഷൻ ഉണ്ടോ? ഇല്ല. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. താഴേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ എന്ന് പറയുന്നത് g ആയിരിക്കും. എർത്ത് കാരണമുള്ളതായിരിക്കും. 9.8 meter per second. ടൈം നമുക്ക് t = 4 seconds ആണ്.
നമുക്കറിയാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ബോൾ സഞ്ചരിച്ച ഹൈറ്റ് അതെന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്, ഫൈനൽ പോയിന്റ് എവിടെയാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ എന്ത്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഹൈറ്റിൻ്റെ ആ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണ്, കണ്ടുപിടിക്കേണ്ട സംഭവം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, യു എത്രയാണെന്ന് നമുക്കറിയാം 0 ആണ്, ടൈം എത്രയാണെന്ന് അറിയാം 4 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു 9.8, ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 ആണ്, ഇൻറ്റു 4 സ്ക്വയർ. ആൻസർ നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, സോ അതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കിട്ടില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓക്കെ, എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ? നമ്മൾ ഒരു വാല്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് ഗ്രാഫിൽ കൊടുക്കുക. ഇതാണ് എന്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമുക്കൊരു 3 ടൈപ്പ് ഗ്രാഫ് പഠിക്കാണ്ട്. ഫസ്റ്റ് വണ്ണാണ്, ഞാൻ പെട്ടെന്ന് പോകാൻ കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുമ്പോഴാണ് പൊസിഷൻ ഉണ്ടാവുക. സോ പൊസിഷൻ തന്നെയാണെന്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് ആക്സിസിൽ ഞാൻ ടൈമിനെ കൊടുത്തു. ബോഡി അറ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ പൊസിഷൻ മാറും ഇല്ല. അപ്പോൾ ഈ പൊസിഷനിൽ തന്നെ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പോൾ 4 മീറ്ററിലാണെന്നുണ്ടെങ്കിൽ ആ 4 മീറ്ററിൽ തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയി. ഇവിടെ 3 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തു, ആ 3 മീറ്ററിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അതെന്താണ്, ബോഡി റെസ്റ്റിലാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസിന് പാരലായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഏത് ഗ്രാഫിൽ? പൊസിഷൻ ടൈം ഗ്രാഫിൽ. എപ്പോൾ? ബോഡി അറ്റ് റെസ്റ്റിലാവുമ്പോൾ. സെറ്റിലടാ. ഇനി ബോഡി അറ്റ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഒന്ന് ചെരിഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. വൈ ആക്സിസിൽ ആരാണ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ്, പൊസിഷനാണ്. എക്സ് ആക്സിസിൽ എന്താണ്, ടൈമാണ്. ജസ്റ്റ് ഒന്ന് ഗ്രാഫ് മനസ്സിലാക്കിയൊക്കെ എന്താ കിട്ടുകയെന്ന് കറക്റ്റ് അറിയണം. പൊസിഷൻ ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റിയിൽ യൂണിഫോം മോഷനിലാവുമ്പോൾ എന്ത് നമുക്ക് കിട്ടും, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഒന്ന് ചെരിഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ലാസ്റ്റ് വണ്ണാണ് ബോഡി അറ്റ് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷനിലാണ് എന്തായിരിക്കും, ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും കിട്ടുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ എന്ത് തന്നെയാണ്, ഒരു പാരാബോളിക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു ആർക്കാണ് അത്. ഓക്കെ, വൈ ആക്സിസിൽ ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ ടൈം. സിമ്പിൾ അല്ലടാ. അപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പൊസിഷൻ ടൈം ഗ്രാഫിൽ ബോഡി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എക്സ് ആക്സിസിന് പാരലായിട്ട്. യൂണിഫോം മോഷനിലാണ്, യൂണിഫോം വെലോസിറ്റിയിൽ നമുക്കൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു യൂണിഫോം ആക്സലറേഷനാണ് എന്ത് കിട്ടും, ഒരു പാരാബോളിക് കിട്ടും. അത് കയറി പോകുന്ന ഒരു പാരാബോളിക് ആണെങ്കിൽ, നോൺ യൂണിഫോം ആണെങ്കിൽ ഒന്ന് ഇറങ്ങുന്ന ഒരു പാരാബോളിക്കും കിട്ടും. സെറ്റിലടാ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. എന്തൊരു സാധനത്തിൻ്റെയും സ്ലോപ്പ് കാണാമെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഏതൊരു സാധനത്തിൻ്റെയും സ്ലോപ്പ് കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് കാണാനെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടാൽ മതി. ഇവിടെ നോക്കി, വൈ ആക്സിസിൽ ആരല്ലത്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, എക്സ് അല്ലേ. സോ നമ്മൾ ഡെൽറ്റ എക്സ്, ഇവിടെ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്, എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ വൈ ഞാൻ എന്തെടുത്തു, ഡെൽറ്റ എക്സ് എന്ന് എടുത്തു. ഇനി ഡെൽറ്റ എക്സ് ആക്സിസിൽ ആരാണ്, എക്സ് ആക്സിസിൽ ആരാണ്, ടൈം അല്ലേ. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഡെൽറ്റ ടി എന്നെടുത്തു. ഇത് നമ്മൾ പഠിച്ചണം, എവിടെയോ പഠിച്ചിരിക്കണം. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി അല്ലേടാ മക്കളെ, വെലോസിറ്റി അല്ലേ. സോ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആരെ കിട്ടും, വെലോസിറ്റി കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആരെ കിട്ടും, വെലോസിറ്റി കിട്ടും. മറക്കണം, ഒന്നാമത്തെ പോയിന്റ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആരെ കിട്ടും, വെലോസിറ്റി കിട്ടും. ഇനി സ്ലോപ്പ് കാണാൻ വേറെ ഇക്വേഷനും കൂടി ഉണ്ട്. ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് കൂട്ടിക്കോളി. ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ ടാൻ തീറ്റ കണ്ടാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, വെലോസിറ്റി തന്നെയാണ് കിട്ടുക, സ്ലോപ്പ് തന്നെയാണ് കിട്ടുക. സെറ്റിലിടാ, പവറിലിടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്.
വെലോസിറ്റി ടൈം ഗ്രാഫാണ്. റെസ്റ്റിലാണ് ഒന്നാമത്തെ എന്താണ്? ബോഡി റെസ്റ്റിലാണ്. ബോഡി റെസ്റ്റിലാവുമ്പോൾ വെലോസിറ്റി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഗ്രാഫ് ഉണ്ടാവുമോ? ഇല്ല. ഗ്രാഫ് വരക്കണമെങ്കിൽ വരക്കാം. എങ്ങനെ ഉണ്ടാവുക? എക്സ് ആക്സിൽ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? 0 കൂടെ തന്നെ പോവും. വൃത്തിക്ക് വരക്കുകയാണ്. ഇതാ കണ്ടോളി, ഇതാ ഇവിടെ വെലോസിറ്റി ഉണ്ടാവും, ഇവിടെ ടൈം ഉണ്ടാവും. സോ വെലോസിറ്റി ഇല്ല, 0 തന്നെയാണ്, എപ്പോഴും 0 തന്നെയാണ്. ടൈം ഇങ്ങനെ മാറും, അതിനനുസരിച്ച് വെലോസിറ്റി എന്ത് തന്നെയാണ്? 0 ആണ്. സോ എന്തുണ്ടാവില്ല? ഗ്രാഫ് വരക്കണം എന്നില്ല, വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഈ ഒരു എക്സ് ആക്സിസിൻ്റെ വരുമ്പോൾ കൂടെ ഇങ്ങനെ വരച്ച് പോയാൽ മതി. ഓക്കെ, ഇനി ബോഡി ആയിട്ട് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും പാരലൽ ടു എക്സ് ആക്സിസ് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ. യൂണിഫോം ആക്സലറേഷനാണെങ്കിൽ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, വൈ ആക്സിസിൽ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ടൈം. ഇനി സ്ലോപ്പ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? സ്ലോപ്പ് കിട്ടാം. നോക്കി നോക്കാം നമുക്ക്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു എന്ത്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ വൈ ആക്സിസിൽ വി ആണ്, എക്സ് ആക്സിസിൽ ടൈമാണ്. സോ ഞാൻ ഡെൽറ്റ വൈന് എന്തെടുത്തു? ഡെൽറ്റ വി എന്ന് കൊടുത്തു. ഓക്കെ, ഡെൽറ്റ എക്സിന് ഞാൻ കൊടുത്തു ഡെൽറ്റ ടി എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എവിടെ കണ്ടുകണല്ലേ നമ്മൾ? എവിടെ കണ്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താണ്? ആക്സിലറേഷനാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ നേരത്തെ അതേപോലെ തന്നെ ടാൻ തീറ്റ ഈസിക്കൽ എന്ത് തന്നെ ആയിരിക്കും? സ്ലോപ്പ് തന്നെ ആയിരിക്കും, ആക്സലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എന്ത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ബാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, വി ടി ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കാണണം. ഏരിയ കണ്ടാൽ എന്താ കിട്ടുമോ നോക്കട്ടോ. ഞാൻ ഈ ഒരു ഏരിയ ഞാൻ ഈ ഗ്രാഫിനെ ജസ്റ്റ് ഇങ്ങോട്ട് ഈ ഗ്രാഫിന് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫുള്ളാക്കി. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ള ഏരിയ എന്ത് ചെയ്തു? ഈ ഏരിയ ഇതല്ല ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ. നമുക്കറിയാം ഇതെന്താണ്? ഒരു റെക്റ്റാങ്കുലർ ആണ് അല്ലേ? ഓക്കെ, ഒരു ചതുരാണ്. ചതുരത്തിൻ്റെ ഏരിയ കാണാൻ എന്താ ചെയ്യുക? റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ കാണാൻ എന്താ ചെയ്യുക? ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഏരിയ ഈസ് ഈക്വൽ ടു എന്താ പറയുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് എന്താണ്? വെലോസിറ്റി അല്ലേ? ബ്രെഡ്ത്ത് എന്താണ്? ടൈം അല്ലേ? സോ വി ഇൻറ്റു ടി എന്ന് വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം പറഞ്ഞാൽ ആരാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്ത്? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് ആര് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ കിട്ടും, ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ക്ലിയർ അല്ലേടാ? ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ് സിമ്പിളാണ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ജസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. യൂണിഫോം ആക്സലറേഷനിൽ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആക്സലറേഷൻ ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? ടൈം ഉണ്ടാവും. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേടാ? ഇനി അടുത്ത ടോപ്പിക് ഇത് ജസ്റ്റ് ഇന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കുക, അതിന് ആൻസർ കണ്ടെത്തുക. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ തരിക? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്താ തരിക? ഡിസ്പ്ലേസ്മെൻറ്റ് തരും. സ്ലോപ്പാണെങ്കിൽ എന്ത് തരും? എന്ത് തരുടാ? ആക്സലറേഷൻ കിട്ടും. ക്ലിയർ അല്ലേടാ? സെറ്റില്ലടാ? പവർ അല്ലേടാ മക്കളെ? കഴിയാനായി ലാസ്റ്റ് ടോപ്പിക്ക് ഇതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. കൈനമാറ്റിക് ഇക്വേഷൻസ് ഫ്രം ഗ്രാഫ് വരച്ചിട്ട് അതിന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കണം. നോക്കല്ലടാ മക്കളെ? ഒന്നാമത്തെ ഗ്രാഫ് വെലോസിറ്റി ടൈം റിലേഷൻ. ഓക്കെ, നോക്കി നോക്കാം നമുക്ക് എന്താ സംഭവം നോക്കി നോക്കാം. ഓക്കെ, വെലോസിറ്റി ടൈം റിലേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ വെലോസിറ്റി ടൈം റിലേഷനിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഓക്കെ, ഒരു ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് യു ആണ്.
ഓക്കെ, അത് ടൈം ടി കഴിഞ്ഞപ്പോൾ എവിടെത്തി? വിയിലെത്തി. എവിടെത്തി? വിയിലെത്തി, അതായത് വിയിലെത്തി. ഇതിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ഗ്രാഫ് വരക്കണേ. ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് ആദ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി യു ആണ്. ടൈം ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് എത്തിയപ്പോൾ എവിടെത്തി? അത് വിയിലെത്തി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇതാ ഇവിടെ ഉള്ള പോയിന്റ് ഇതാണ്. ഇതിൻ്റെ പോയിന്റ് ഇതാ. എക്സ് ആക്സിസ് എന്താണ്? 0 ആണ്, കോമ. വൈ ആക്സിസ് എന്താണ്? യു ആണ്, 0, യു. ഇനി ഈ പോയിന്റ് എടുക്കുകയാണെങ്കിലോ എക്സ് ആക്സിസ് എന്താണ്? ടി ആണ് അല്ലേ, ഇവിടെ ദാ ടി ആണ്. വൈ ആക്സിസ് എന്താണ്? വി ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോളിരോ, ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യണേ? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഇത് എന്തെടുത്താലാണ് നമുക്ക് ആക്സലറേഷൻ കിട്ടുക? സ്ലോപ്പ് എടുത്താൽ അല്ലേ. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് കാണണം. എങ്ങനെ സ്ലോപ്പ് കാണാം? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ്. ഓക്കെ, ഇതാണ് സ്ലോപ്പ്. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെ നമ്മൾ ഇതിലാരൊക്കെയാണ്? ഇവിടെ 0, u, ഇവിടെ t, v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ y2 എന്താണ്? y2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഇവിടെ y2 എന്താണ്? y2 എന്താണ്? ഇവിടെ y2 എന്ന് പറയുന്നത് v ആണ് അല്ലേ. y2 എന്ന് പറയുന്നത് v ആണ്. y1 എന്ന് പറയുന്നത് എന്താണ്? y1 എന്ന് പറയുന്നത് u ആണ് ബൈ x2 എന്ന് പറയുന്നത് എന്താണ്? t ആണ് ബൈ മൈനസ് x1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? v മൈനസ് യു ബൈ ടി എന്ന് കിട്ടും. v മൈനസ് യു ബൈ ടി സിക്കൽ ടു എ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഹരിക്കണം എന്നുള്ളത് ഡിവൈഡ് എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. സോ എ ഇൻറ്റു ടി സിക്കൽ ടു എന്താവും? വി മൈനസ് യു ആവും. ക്ലിയർ അല്ലേടാ? എ ഇൻറ്റു ടി സിക്കൽ ടു വി മൈനസ് യു. ഈ മൈനസിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് യു എന്ന് വരുമ്പോൾ എന്താവും? യു പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു വി. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലേ? നമ്മൾ നേരെ തര തിരിച്ച് ചെയ്താണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? എങ്ങനെ ഇക്വേഷൻ കിട്ടിയെന്ന് മനസ്സിലായില്ല. ഗ്രാഫ് വരക്കണം. ഗ്രാഫ് നമ്മൾ ആദ്യം പോയിന്റ്സ് മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടു. സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആരെ കിട്ടും? ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പൊസിഷൻ ടൈം തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാണ്ട്. ഇവിടെ ഒരു ത്രികോണുണ്ട് അല്ലേ? ഇവിടെ ഒരു ത്രികോണല്ലേ? ഇവിടെ ഒരു ത്രികോണമുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കുളുണ്ട്. ഒരു റെക്റ്റാങ്കിളും ഉണ്ട്, ഒരു ട്രയാങ്കിളും ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ഏരിയ കാണണം. എന്ത് കാണണം? രണ്ടിൻ്റെയും ഏരിയ കാണണം. ഇതിനെ ഞാൻ A1 എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ A2 എന്ന് കൊടുത്തു. ഒന്നിനെ ഞാൻ A2 എന്ന് കൊടുത്തു. അതിനാണ് ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 ആയിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് A1 കാണാം. A1 എങ്ങനെ കാണാം? ഇവിടെ A1 ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. സോ യു ഇൻറ്റു ടി ആണെന്ത്? ഫസ്റ്റത്തെ ഏരിയ. ത്രികോണത്തിൻ്റെ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ? ബി എന്ന് പറയുന്നത് ടൈം തന്നെയല്ലേ? എന്താണ്? ടൈം തന്നെയാണ്. സോ ടി ആണ്. സോ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ എന്താണ്? വി ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വരെ യു ആണ്. എന്താണ്? യു ആണ്. സോ ബാക്കി എന്തായിരിക്കും? വി മൈനസ് യു അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ് എന്താണ്? വി മൈനസ് യു. അത് എന്ത് ചെയ്തു? നേരെ കണ്ടെടുത്ത് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു. ക്ലിയർ അല്ലേ? ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? യു ടി പ്ലസ് ഹാഫ് എ. നമുക്കറിയാം വി മൈനസ് യു എന്ന് പറയുന്നത്. ഓക്കെ, വി മൈനസ് യു ആയി. ഇനി നമ്മൾക്കറിയാം
വി മൈനസ് യു എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാണ് എ ടി ആണ്. എന്താണ്? എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു ടി എന്താവും? എ ടി സ്ക്വയർ ആവും. എവിടെയോ കണ്ടുക്കണല്ലോ ഇക്വേഷൻ അല്ലേ? എവിടെയോ ഇക്വേഷൻ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എസ് ആയിരിക്കും. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? പവർ അല്ലേടാ? എ ഈസ് ഈക്വൽ ടു എ വൺ പ്ലസ് എ. ഏരിയ തന്നെയാണ് എന്ത്? ഏരിയ അണ്ടർ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഏരിയ അണ്ടർ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ താഴെ നമുക്ക് ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ഏരിയ അണ്ടർ പൊസിഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ ചെറിയ ഇതുണ്ട്. നമ്മൾ റിലേഷൻ എന്താണ്? പൊസിഷൻ ടൈം റിലേഷനാണ്. റിലേഷൻ എന്താണ്? ഞാൻ ജസ്റ്റ് പറഞ്ഞു മാറിപ്പോയാണ്. സോറി. റിലേഷൻ എന്താണ്? പൊസിഷൻ ടൈം റിലേഷനാണ്. നമ്മൾ വരച്ച ഗ്രാഫ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെന്ന് ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയാം? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും എന്നറിയാം. ഏരിയ നമ്മൾ കണ്ടു. ഏരിയ കണ്ടാൽ നമുക്ക് ആരെ കിട്ടും? എസ് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇക്വേഷൻ കിട്ടിയില്ലടാ? ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ലാസ്റ്റ് വൺ വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഇക്വേഷൻ എന്താ? ട്രപ്പീസിയാണ്. ഇതെന്താണ്? ട്രപ്പീസിയം എന്ന് അതിന് പറയാം. ഈ ഒരു ഷേപ്പിന് പറയാം. ഈ ട്രപ്പീസിയം രണ്ട് സൈഡ് എന്തായിരിക്കും? പാരലലായിരിക്കും. കൂട്ടിമുട്ടാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, രണ്ട് സൈഡിൽ പാരലലായിരിക്കും. ഓക്കെ, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഈ ഒരു ഭാഗല്ലേ, ഇതാണ് എ. ഈ ഒരു ഭാഗല്ലേ, ഈ ഒരു സൈഡ് ഇതാണ് ബി. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, ഇതാണ് എച്ച്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു എ എന്താണ്? എ എന്ന് പറയുന്നത് വി എൻ അല്ലേ? ഇവിടെ എത്ര? ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെയാണ്. അവിടുന്ന് ഫൈനൽ വെലോസിറ്റി പോയിട്ട് എവിടെ? വി ആയി. അപ്പോൾ തമ്മിൽ ഇതെന്താണ്? എ എന്താണ്? വി ആണ്. വി പ്ലസ് യു എന്താണ്? ബി എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ യു വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? യു ആണ്. യു ഇൻറ്റു ഹൈറ്റ് എന്താണ്? ടൈമാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അത് എത്രയാണ്? 0ന്ന് ടി പോയി. ഇവിടെ ടി ഉണ്ട്, ടൈം. അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ്? ടി ആണ്. സോ ഇൻറ്റു ടി. ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ടി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കി നമ്മൾ കൊടുത്തിനു നേരത്തെ നമ്മളൊരു ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? അതിന് നമുക്ക് ടി കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് കിട്ടൂലേ? കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ആ വി മൈനസ് യു ബൈ എ എന്ന് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാം. ഈ ടീക്ക് പകരം ഞാൻ ആരെ കൊടുക്കുകയാണ്? ഈ ടീക്ക് പകരം ഞാൻ ഈ വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. സെറ്റല്ലേ? ഇനി ഞാൻ ഹരിക്കണം 2a ഡിവൈഡഡ് ബൈ 2a ഞാൻ അപ്പുറത്തേക്ക് എഴുതണ്ടേ. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഈ 2നെയും ഈ എനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഏരിയ ആണല്ലോ കാണുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയാം? ഏരിയ കണ്ടാൽ നമുക്ക് ആരെ കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ എസ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഞാൻ ഇങ്ങോട്ട് കൊടുന്നു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊടുന്നു. അങ്ങനെയാണെങ്കിൽ എസ് കിട്ടുമല്ലോ. ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. എസ് ഇവിടെ ഇരി. ഈ എനെ ഹരിക്കണം ഡിവൈഡഡ് ബൈ 2a ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ 2 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 2as. ഓക്കെ, 2as ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ.
ഈസിക്കൽ ടു ബാക്കി ആരല്ലത് 2as. ഇവിടെ നമ്മൾ ഏരിയ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? എസ് കിട്ടി. ഈ 2 ഇൻറ്റു എനെ അങ്ങോട്ട് വിടുന്നു, ഹരിക്കണം എന്നില്ല, ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഗുണിക്കണം എന്നോ, അതാണ് 2a. 2as ഈസിക്കൽ ടു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ 2as ഈസിക്കൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. ബി സ്ക്വയർ ഈസിക്കൽ ടു ഈ മൈനസ് എന്നില്ല ഇങ്ങോട്ട് പോകുമ്പോൾ യു സ്ക്വയർ പ്ലസ് 2as കഴിഞ്ഞു. ഇക്വേഷൻ കിട്ടി. ഗ്രാഫ് വരക്കണം കേട്ടോ മക്കളെ. ഗ്രാഫ് വരച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഗ്രാഫ് അപ്പം എന്ത് ചെയ്യണം? വരച്ച് പഠിക്കണം. അപ്പോൾ മക്കളെ ഈ 3 ഇക്വേഷനും പഠിച്ചു. വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി, എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as. 3 ഇക്വേഷനും നമ്മൾ ഗ്രാഫ് ഒന്ന് ഡിറൈവ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ കഥം. സോ പഠിക്കുക, സെറ്റാക്കി പഠിക്കുക. ഞാൻ കൺക്ലൂഡിംഗ് ഒന്നും നീട്ടി പറയുന്നില്ല, സെറ്റാക്കി പഠിക്കുക. ലെങ്ത്ത് കൂടേണ്ട വീഡിയോൻ്റെ. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സെറ്റായിട്ട് കാണാം, വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.